അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഇന്ന് നാം നോക്കാൻ പോകുന്നത് നദരിയത്തു തർജുമ അഥവാ കുറച്ച് ട്രാൻസ്ലേഷൻ തിയറികളാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ ട്രാൻസ്ലേഷൻ തിയറികൾക്ക് ട്രാൻസ്ലേഷനുമായിട്ട് ഒരു ബന്ധമുണ്ട്. കാരണം ഈ ട്രാൻസ്ലേഷൻ തിയറികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ജോലിയിലും അതേപോലെ തന്നെ അയാളുടെ മുമ്പിലുള്ള ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ തിയറികൾ അയാൾക്ക് അതിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ട്രാൻസ്ലേഷൻ തിയറിയും അതേപോലെ തന്നെ ട്രാൻസ്ലേഷൻ പ്രാക്ടീസും രണ്ടും ഒന്നല്ല. അപ്പോൾ ഒരാൾക്ക് നല്ലോണം തിയറി അറിയാമെന്ന് വിചാരിച്ച് അയാൾ നല്ലൊരു സ്കില്ലുള്ള ട്രാൻസ്ലേറ്റർ ആവണമെന്നില്ല. അതേപോലെ തന്നെ ഒരു നല്ല ട്രാൻസ്ലേറ്റർക്ക് ഈ തിയറികളൊക്കെ കാണാപ്പാഠം അറിയണം എന്നുമില്ല. പക്ഷേ ഈ തിയറികളൊക്കെ പഠിച്ച ഒരാൾക്ക് അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ തിയറികളൊക്കെ ആ ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഈ പാഠഭാഗത്തിൽ മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന വലിയ ട്രാൻസ്ലേറ്റർമാർ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അതേപോലെ തന്നെ അവരുടെ സുദീർഘമായിട്ടുള്ള ആഴത്തിലുള്ള പഠനങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത കുറച്ച് തിയറികളാണ് നമ്മൾ ഈ പാഠത്തിൽ നോക്കാൻ പോകുന്നത്. അവരൊക്കെ അവരുടെ ഒരുപാട് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടുള്ള അവർ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ ഇത്തരത്തിലുള്ള തിയറികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള തിയറികളുമുണ്ട്. അതിൽപ്പെട്ടതാണ് നദരിയത്തു തഅ്വീലിയ അഥവാ ഇൻ്റർപ്രറ്റീവ് തിയറി, അതേപോലെ തന്നെ നദരിയത്തുൽ അദബിയ ലിറ്റററി തിയറി, നദരിയത്തുൽ ഫൽസഫിയ ഫിലോസഫിക് തിയറി, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ മറ്റുള്ള ഒരുപാട് തിയറികളുമുണ്ട്. ഈ ഓരോ തിയറികൾക്കും അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യവുമുണ്ട്. പിന്നെ പൊതുവെ എല്ലാത്തിനും ഉള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് ഒരു ട്രാൻസ്ലേറ്റർ ഒരു ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ അയാളുടെ ആ ടെക്സ്റ്റിനെ ഏറ്റവും നല്ല മികച്ച രീതിയിലാക്കുക എന്നുള്ളതാണ് ഈ തിയറികളുടെയൊക്കെ മൊത്തമായിട്ടുള്ള ലക്ഷ്യം. അടുത്ത പാരഗ്രാഫിൽ ആദ്യമായി നാം നോക്കാൻ പോകുന്നത് നദരിയത്തുൽ തഅ്വീലിയ അഥവാ ഇൻ്റർപ്രറ്റീവ് തിയറിയാണ് നാം നോക്കാൻ പോകുന്നത്. വളരെ ചെറിയ രീതിയിൽ നമുക്ക് നോക്കാം. അത് ഉണ്ടാക്കുന്നത് ദാനിക സെലക്കോവിച്ച് അതേപോലെ തന്നെ മാരിയാൻ ലെഡറർ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഈ തിയറി കാര്യമായിട്ടും ആശയത്തിൻ്റെ മേലിലാണ് അവലംബിക്കുന്നത്. അഥവാ ആ ഒരു ടെക്സ്റ്റിനെ പദാനുപദ തർജ്ജമ ചെയ്യാതെ അതിൻ്റെ ആശയം വെച്ച് വ്യാഖ്യാനിക്കുക. അങ്ങനെ ആശയം വെച്ച് വ്യാഖ്യാനിക്കുമ്പോഴേ ഒരു ശരിയായിട്ടുള്ള രീതിയിൽ ആ ടെക്സ്റ്റിന് നമുക്ക് തർജ്ജമ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം. ഈ ഒരു രീതി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടും. പ്രത്യേകിച്ചും ഈ ഫിലോസഫി അതുപോലെ തന്നെ ഗദ്യരൂപത്തിലുള്ള പദ്യരൂപത്തിലുള്ള സാഹിത്യങ്ങൾ ഇവിടെയൊക്കെ ഈ ആശയം വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നതാണ് ഏറ്റവും സുഖമായിട്ടുള്ളത്. കാരണം ഇവിടെ ഈ ഓരോ ഹർഫ് ഇങ്ങനെ വെച്ച് പദാനുപദ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ആശയം നഷ്ടപ്പെട്ടു പോകാനും അതിൻ്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ആശയം വെച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു തിയറിയിൽ ലോകഭാഷകളിലുള്ള മറഞ്ഞ വശങ്ങൾ അതിൻ്റെ ഒരു മറഞ്ഞ വശങ്ങളൊക്കെ നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദിറാസത്തുൽ ഉസ്ലൂബിയത്തുൽ മുഖാർന ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നോക്കാം. ഈ കമ്പാരിറ്റീവ് സ്റ്റഡി നയിച്ചിട്ടുള്ളത് ജോൺ പോൾ ഫീനിയും അതുപോലെ തന്നെ ജോൺ ഡാർ ബെൽനെറ്റുമാണ് ഈ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്. അവർ ഇംഗ്ലീഷ് ഭാഷയും അതേപോലെ തന്നെ ഫ്രഞ്ച് ഭാഷയും കമ്പയർ ചെയ്താണ് ഈ പഠനം തയ്യാറാക്കുന്നത്. ഈ രണ്ട് ഭാഷയിലും പൊതുവായിട്ടുള്ള ഘടകങ്ങളും അതേപോലെ തന്നെ വ്യത്യാസമുള്ള ഘടകങ്ങളൊക്കെ അവർ സ്പെസിഫൈ ചെയ്തുകൊണ്ട് പരീക്ഷിച്ചു. ഇവർ ഈ രണ്ട് ഭാഷകളിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ പാർട്ടുകൾ എടുക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ട് ഭാഷയുടെയും ഗ്രാമർ എടുക്കും, എന്നിട്ട് രണ്ടും കമ്പയർ ചെയ്ത് നോക്കും. ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഒരു ഭാഷ മറ്റൊരു ഭാഷയ്ക്ക് വേണ്ടി പഠിക്കുക. അപ്പോൾ രണ്ടിലും രണ്ടിൻ്റെയും ഗ്രാമർ എടുത്താണ്ട് രണ്ടും തുലനം ചെയ്ത് നോക്കും. അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു, ഒരുപാട് വ്യത്യാസമായിട്ടുള്ള രണ്ട് ഭാഷകളിലും വ്യത്യസ്തമായിട്ടുള്ള യൂസേജുകൾ അതേപോലെ തന്നെ അതെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് അതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൽ പ്രത്യേകമായിട്ടുള്ളത് രണ്ട് ഭാഷയിലുമുള്ള ഗ്രാമറിൻ്റെ ആ ഒരു ഘടന അത് രണ്ടും വ്യത്യാസമാവുന്നത് എങ്ങനെയാണെന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ ഒരു ഭാഗത്ത് നാം പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നോം ചോസ്കി. അദ്ദേഹം ഗ്ലോബലായിട്ടുള്ള ഒരു ലിംഗ്വിസ്റ്റിക് ആയിരുന്നു. അദ്ദേഹത്തിന് പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു തിയറി ആയിരുന്നു അന്നഹു തൗലീദി അഥവാ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഒരു തിയറി കൊണ്ട് ഈ ഭാഷയുടെ മേഖലയിൽ ഒരു വലിയൊരു വിപ്ലവം തന്നെ അദ്ദേഹം നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മാത്സിൻ്റെ ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഷാർപ്പായിട്ടുള്ള ബുദ്ധി കൊണ്ട് അദ്ദേഹത്തിന് ഭാഷയെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ അതിലുള്ള മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ അദ്ദേഹം അനലൈസ് ചെയ്തുകൊണ്ട് അതിന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഉള്ളത് അതേപോലെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് സലാസു മദാരിസി റഈസത്തിൻ ലി തർജുമ തർജുമയ്ക്ക് വേണ്ടി ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 സ്കൂളുകളാണ്. ട്രാൻസ്ലേഷൻ മേഖലയിൽ വലിയ രീതിയിൽ വെളിച്ചം വീശിയിട്ടുള്ള ലോകോത്തര നിലവാരത്തിലുള്ള 3 സ്കൂളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രാൻസിലുള്ള മദ്രസത്തു ബാരീസ്, 2 സ്വിറ്റ്സർലാൻഡിലുള്ള മദ്രസത്തു ജനീഫ്, 3 ബെൽജിയത്തിലുള്ള മദ്രസത്തു മോനിസ്.
ഈ 3 മദ്രസകൾക്കും ട്രാൻസ്ലേഷൻ ഫീൽഡിൽ അവരുടേതായിട്ടുള്ള വലിയൊരു സ്വാധീനം തന്നെയുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഫീൽഡിലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരൊക്കെ ഈ 3 മദ്രസകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് പഠിച്ചിറങ്ങിയവരായിരിക്കും. അതേപോലെ തന്നെ അവർക്ക് ഈ ട്രാൻസ്ലേഷനിലൊക്കെ വളരെയധികം വലിയൊരു സ്വാധീനവുമുണ്ട്. ഈ ഒരു മേഖലയിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ്, ഒരു തിയറിസ്റ്റാണ് ആന്തോണി ബീം എന്ന് പറയുന്നത്. ആന്തോണി ബീം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഈ ട്രാൻസ്ലേഷൻ മേഖലയിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരുപാട് തിയറികൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ട്രാൻസ്ലേഷൻ്റെ ഒരു എക്കണോമിക്കൽ ആസ്പെക്റ്റിലൂടെയായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള ഒരു പാർട്ടായിരുന്നു അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകും, ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ വൈജ്ഞാനിക മേഖലയിലുള്ള എല്ലാ മേഖലയിലും പ്രവേശിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ എളുപ്പം കിട്ടാൻ ഈ തിയറികൾ വളരെയധികം ഉപകാരമാവുകയും അതേപോലെ തന്നെ അതിലേക്ക് വളരെ ആവശ്യവുമാവുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഈ തിയറികൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ട്രാൻസ്ലേഷനിൽ തിയറികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമുക്ക് മനസ്സിലാകും. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ഇന്നത്തെ കാലത്തുള്ള മോഡേൺ ലിംഗ്വിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്, അവരുടെ അഭിപ്രായത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് കുറച്ച് വേർഡുകൾ മാത്രമാണ്. അഥവാ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കിട്ടുന്ന വസ്തു കുറച്ച് വേർഡുകളാണ്. അതിനെ മറ്റൊരു രീതിയിൽ ഈ ഭാഷാ ശാസ്ത്രജ്ഞന്മാർ, തിയറിസ്റ്റുകൾ പറയുന്നുണ്ട്. അവർ ഇതേ കാര്യം തന്നെ വേറൊരു മോഡലിൽ പറയാണ്, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ സിംഗിൾ ഡൈമെൻഷനുള്ള ഒരു യൂണിറ്റാണ്. അതൊരുപാട് വേർഡുകളുണ്ടാവും. ആ വേർഡുകളൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ, ഒരു ഗ്രാമർ അനുസരിച്ച് അടുക്കി വെക്കുകയും അതൊരു ഒരു സെൻറ്റൻസ് ആക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളത്. അഥവാ നമുക്ക് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുടെ മുമ്പിലുള്ളത് കുറച്ച് വേർഡുകൾ മാത്രമാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു പണ്ഡിതനായിട്ടുള്ള ഫീദറോഫ് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അതൊരു ലിംഗ്വിസ്റ്റിക് പ്രോസസ്സ് തന്നെയാണ്. അഥവാ ഒരു അമലിയത്തു തർജുമ എന്ന് പറയുന്നത് അമലിയത്തുൻ ലഗവിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ലേഷന് വേണ്ടി തിയറികൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായ നിയമങ്ങളോട് യോജിക്കണം. പിന്നീട് നാം നേരത്തെ പറഞ്ഞിട്ടുള്ള 2 പണ്ഡിതരുണ്ടായിരുന്നല്ലോ, ഒന്ന് ജീൻ പോൾ ഫീനി, അതേപോലെ തന്നെ ജോൺ ഡാർബൽനെറ്റ്. ഇവർ 2 പേരുടെ അഭിപ്രായം അനുസരിച്ച് ഈ ഭാഷാശാസ്ത്രത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഘടകം മാത്രമാണ് ട്രാൻസ്ലേഷൻ എന്നുള്ളത്. അതേപോലെ തന്നെ അവർ 2 പേരും ഈ ട്രാൻസ്ലേഷനുള്ള 7ഓളം വഴികൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഇഖ്തിറാദ്, രണ്ടാമത്തത് നസ്ഖ്, മൂന്നാമത്തത് തർജുമത്തുൽ ഹർഫിയ, നാലാമത്തത് തഹ്വീർ, അഞ്ചാമത്തത് തക്കീഫ്, ആറാമത്തത് തആദുൽ, ഏഴാമത്തത് മലാത്ത് അല്ലെങ്കിൽ മലാമത്ത് അല്ലെങ്കിൽ തസറുഫ്. ഈ 7 രീതികളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇഖ്തിറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോ ചെയ്യാം. അതേപോലെ തന്നെ നസ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു രീതിയിലുള്ളതാണ്. തർജുമത്തുൽ ഹർഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാനുപദം തർജുമ ചെയ്യുക. തഹ്വീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലേഷൻ എന്ന് പറയും. തക്കീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റേഷനാണ്. തആദുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലൻ്റ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റൊരു പണ്ഡിതനായിട്ടുള്ള മോന പറയുന്നത്, മോനയുടെ അഭിപ്രായം അനുസരിച്ച് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2 ഭാഷകൾക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. പക്ഷേ ചെറിയ കമ്മ്യൂണിക്കേഷനൊന്നുമല്ല, മറിച്ച് ഏറ്റവും അങ്ങേയറ്റം ഉയർന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അഥവാ 2 ഭാഷകൾ സംസാരിക്കുന്ന ഒരാൾ ആ 2 ഭാഷകൾ വെച്ചാണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ആ ഒരു സമയത്ത് ആ ഭാഷയിൽ ഉണ്ടാകുന്ന നിയമങ്ങൾ അതേപോലെ തന്നെ അതിൻ്റെ ഗ്രാമർ, ആ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകുന്നുണ്ടോ, അതേപോലെ തന്നെ മറ്റുള്ള ആ ഒരു ഭാഷയിൽ നിന്നുള്ള പ്രയോഗങ്ങൾ മറ്റേ ഭാഷയിലേക്ക് കയറി കൂടുന്നുണ്ടോ എന്നൊക്കെ അയാൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മോന പറയുന്നത്, ഈ ട്രാൻസ്ലേഷൻ്റെ ഇഷ്യൂകളും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള ഭാഷാശാസ്ത്രത്തെ നോക്കിക്കൊണ്ടാണ്, അതിനോട് യോജിച്ചുകൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേഷൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത് എന്നാണ് മോനയുടെ അഭിപ്രായം. പിന്നീടുള്ള മറ്റൊരു വ്യക്തിത്വമാണ് കാറ്റ്ഫോർഡ് ഈ ട്രാൻസ്ലേഷന് 2 രീതിയിലുള്ള ലെവലുകൾ വെച്ചിട്ടുണ്ട്. ഒന്ന് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ലെവലും അതേപോലെ തന്നെ 2 എക്സ്പ്രസീവ് ആയിട്ടുള്ള ലെവലും. അതിൻ്റെ അറബി പറയുകയാണെങ്കിൽ മുസ്തവ ലോവിയും അതേപോലെ തന്നെ മുസ്തവ താബീരിയുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ മുസ്തവ ലോവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു ഭാഷയിലുള്ള ഒരു ടെക്സ്റ്റിലുള്ള എല്ലാ രീതികളും, അതിലുള്ള സൗത്തും അതേപോലെ തന്നെ അതിലുള്ള അക്ഷരങ്ങളും കലിമത്തുകളും അതേ വേർഡുകളും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് 2 പരിധികൾക്കിടയിൽ അടിസ്ഥാനപരമായിട്ടുള്ള 2 പരിധികൾക്കിടയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ഏറ്റവും താഴെയുള്ള പരിധി എന്ന് പറയുന്നത് അതിൻ്റെ അടയാളമാണ്. അഥവാ പുറമേ എങ്ങനെയുണ്ട് ആ ട്രാൻസ്ലേഷൻ, ഈ ട്രാൻസ്ലേഷൻ എന്ത് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റിനോട് യോജിക്കുന്നുണ്ടോ,
അതിലേറ്റവും ഉയർന്ന ആ പരിധിയിൽ ഏറ്റവും ഉയർന്നതായിട്ടുള്ളത് അതിൻ്റെ മാനിയാണ്. അഥവാ ഈ രണ്ട് ടെക്സ്റ്റുകളുടെയും അർത്ഥം യോജിക്കുന്നുണ്ടോ, അതാണ് ഏറ്റവും ഉയർന്നതായിട്ടുള്ളത്. അപ്പോൾ അർത്ഥത്തിനാണ് അദ്ദേഹം കൂടുതൽ പരിഗണന കൊടുത്തിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ഈ ട്രാൻസ്ലേഷൻ്റെ കൂടുതൽ ഒരു ഉയർന്ന രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തനാദുർ അതേപോലെ തന്നെ തക്കാഫു, ഇത് രണ്ട് കൺസെപ്റ്റുകളാണ്. ഈ രണ്ട് കോൺസെപ്റ്റുകളും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുമുണ്ട്. പിന്നീട് നമുക്കിവിടെ കുറച്ച് പ്രധാനപ്പെട്ട ട്രാൻസ്ലേഷൻ തിയറികൾ കൂടെ നോക്കാനുണ്ട്. ആദ്യത്തേതായിട്ടുള്ളത് അന്നദിയറത്തു തഫ്സീരിയ അഥവാ ഇൻ്റർപ്രറ്റീവ് തിയറി. ഈ തിയറി അനുസരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ വെറും ഒരു തർജ്ജമ ചെയ്യുന്ന ആൾ മാത്രമല്ല, മറിച്ച് അയാൾ ഈ ടെക്സ്റ്റിനെ ഒരു വ്യാഖ്യാനിക്കുകയാണ്. അഥവാ ഒരു കറക്റ്റ് തർജ്ജമ ചെയ്യാതെ എങ്ങനെയാണോ ആ ടെക്സ്റ്റിലുള്ള ആശയത്തെ അതിൻ്റേതായ രീതിയിൽ മറ്റൊരു ഭാഷയിൽ അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ അഭിപ്രായം അനുസരിച്ച് അവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് തന്നെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഈ സോഴ്സ് ലാംഗ്വേജിൽ അഥവാ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആണെങ്കിൽ ആ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള അയാളും അതുപോലെ തന്നെ ഇത് അറബിയിലേക്ക് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്തതിന് ശേഷം ആ അറബി വായിക്കുന്ന ആളും, അറബി ട്രാൻസ്ലേറ്റ് ചെയ്ത ആളല്ല, അറബി വായിക്കുന്ന ആളും അവർ രണ്ട് പേരുടെയും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അഥവാ ഇംഗ്ലീഷ് എഴുതിയ ആളും അതേപോലെ തന്നെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതിനെ വായിക്കുന്ന ആളും, ഇവർ രണ്ടുപേരുടെയും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. പിന്നീട് ഇതിന് 3 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് ആദ്യം ഈ ഈ സോഴ്സ് ലാംഗ്വേജിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള ലഫ്ലുകൾ എന്ത് ചെയ്യണം, അറബിയിൽ നിന്ന്, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ആദ്യം ഇംഗ്ലീഷിനെ മനസ്സിലാക്കണം. പിന്നീട് അറബിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ലഫ്ലുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നീട് അറബിയിൽ അതിനെ എഴുതുകയും വേണം. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ ആദ്യം ഇതിനെ മനസ്സിലാക്കുകയും പിന്നീട് അതിനെ അറബി ലാംഗ്വേജ് മറ്റ് ഏത് ലാംഗ്വേജിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ആ ലാംഗ്വേജിലേക്ക് മാറ്റുകയും വേണം. ഇത് മാറ്റുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് റീഡർക്ക് കിട്ടുന്ന എന്തൊരു എഫക്റ്റാണോ അതേ എഫക്റ്റ് ഈ അറബി ടെക്സ്റ്റും വായിക്കുമ്പോൾ കിട്ടേണ്ടതുണ്ട്. അഥവാ ഈ സോഴ്സ് ലാംഗ്വേജിൽ എഴുതപ്പെട്ട ടെക്സ്റ്റിൻ്റെ എന്ത് എഫക്റ്റാണോ റീഡർക്ക് കിട്ടുന്നത് അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ടെക്സ്റ്റിലും ആ റീഡർക്ക്, അത് വായിക്കുന്ന റീഡർക്കും അതേ എഫക്റ്റ് തന്നെ കിട്ടണം. അപ്പോൾ നമുക്കിതുവരെ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവും ഈ നദിയറത്തു തഫ്സീരിയ എന്ന് പറയുന്നത് കൂടുതൽ ആശയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ അഭിപ്രായം അനുസരിച്ച് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന് 3 ഡൈമെൻഷനുകളുണ്ട്. ഒന്ന് അൽ ബുഅദുൽ ലോവി, അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള ഡൈമെൻഷൻ ഉണ്ട്. അതേപോലെ തന്നെ അൽ ബുഅദുൽ ഫിക്രി, അതിൻ്റെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഡൈമെൻഷൻ ഉണ്ട്. അതേപോലെ തന്നെ അൽ ബുഅദു തഅ്സീരി, അതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡൈമെൻഷനും ഉണ്ട്. അപ്പോൾ ഇവരെന്താണ്, അവർ ലഫ്ലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല, മറിച്ച് അതിൻ്റെ ആശയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കിയുള്ള 1-2 തിയറികൾ കൂടെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.